സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് പുറത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് ജപ്പാൻ. അപ്പോൾ ജപ്പാനിൽ അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് സുഭാഷ് ചന്ദ്രബോസ് ഇവിടെ എത്തിയതുകൊണ്ടാണ്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ടോക്കിയോയിൽ വരികയും സ്വാതന്ത്ര്യ സമര പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ INA രൂപീകരിച്ചതും അതുപോലെ തന്നെ ആസാദ് ഹിന്ദ് എന്നുള്ള ആ പ്രഖ്യാപനം നടന്നതൊക്കെ ടോക്കിയോയിൽ വെച്ചാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കേന്ദ്രമാണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത്. ടോക്കിയോയിലെ ഈ ബുദ്ധമത ക്ഷേത്രത്തിലാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ചിതാഭസ്മം സൂക്ഷിച്ചിരിക്കുന്നത്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ടോക്കിയോ സിറ്റിയിലെ സുജിനാമിയിലാണ് രംഗോജി ടെമ്പിൾ എന്ന് അറിയപ്പെടുന്ന ഈ ബുദ്ധമത ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രതിമയാണ് ആ കാണുന്നത്. നേതാജി എന്ന് വിളിക്കപ്പെടുന്ന സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരണത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായമുള്ളതുപോലെ തന്നെ ചിതാഭസ്മത്തെക്കുറിച്ചും വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ജപ്പാൻ്റെ അധീനതയിലായിരുന്ന തായ്വാനിലൂടെ പറക്കുമ്പോൾ വിമാനം തകർന്നു മരിച്ച നേതാജിയുടെ ചിതാഭസ്മം ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. തായ്വാനിലെ ശവസംസ്കാരത്തിന് ശേഷം നേതാജിയുടെ വലംകൈയായ INA പോരാളി ഹബീബുർ റഹ്മാനാണ് ചിതാഭസ്മം അവിടെ നിന്ന് ജപ്പാനിലേക്ക് കൊണ്ടുവന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ ചിതാഭസ്മം ഇവിടെ സൂക്ഷിക്കാൻ ഈ ക്ഷേത്രത്തിലെ പ്രധാന ബുദ്ധ മത സന്യാസി സമ്മതിക്കുകയായിരുന്നു. പക്ഷേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും നേതാജിയുടെ മരണത്തെക്കുറിച്ചുള്ള വിവാദം കാരണം ചിതാഭസ്മം ഇവിടെ തന്നെ തുടരുകയായിരുന്നു. അങ്ങനെ 80 വർഷമായിട്ട് ജാപ്പാനീസ് ബുദ്ധ സന്യാസികളാണ് ഇത് സൂക്ഷിക്കുന്നത്. സമയം കഴിഞ്ഞതുകൊണ്ട് ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയാണ്. അതിനകത്താണ് ചിതാഭസ്മമുള്ളത്. ഇത് വിസിറ്റേഴ്സ് ഡയറിയാണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ എല്ലാ ഭാഷയിലുണ്ടോ? അത് ജപ്പാനീസ് ഭാഷയിലുണ്ട്. അതിൽ ജപ്പാനീസ് അല്ലേ? അത് ജപ്പാനീസ് ഭാഷ. വിവിധ ഭാഷകളിൽ ഇന്ത്യക്കാർ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ പറ്റും എല്ലാവരുടെയും. സുഭാഷ് ചന്ദ്രബോസ് ഇവിടെ എത്തിയിട്ട് ഇവിടുത്തെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇടക്കി ടോജോയെ കാണുന്നുണ്ട്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് എത്തുന്നത് ഒരു അഭയാർത്ഥി ആയിട്ടല്ല, ശരിക്കും ഒരു ലീഡർ, ഇന്ത്യയുടെ ലീഡർ എന്ന നിലയിലാണ് സുഭാഷ് ചന്ദ്രബോസ് ഇവിടെ എത്തുന്നത്. അങ്ങനെ ഇവിടുത്തെ പ്രധാനമന്ത്രിയായിട്ട് ചർച്ച ചെയ്യുകയും INA ഇന്ത്യൻ നാഷണൽ ആർമി അതിനുള്ള സപ്പോർട്ട് അതുപോലെ അതിനുള്ള ട്രെയിനിങ് ഒക്കെ തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ടോക്കിയോ ഇന്ത്യൻ സമരവുമായി ബന്ധപ്പെടുന്നത്. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി വിദേശത്ത് ആസാദ് ഹിന്ദ് എന്ന പേരിൽ സർക്കാർ രൂപീകരിക്കുന്നതും നേതാജി ഇവിടെ എത്തിയ ശേഷമാണ്. ടോക്കിയോ റേഡിയോ വഴിയാണ് അദ്ദേഹം ഇന്ത്യക്കാരെ ആവേശം കൊള്ളിക്കുന്ന പ്രസംഗങ്ങൾ നടത്തിയത്. ജാപ്പാനീസ് ചരിത്രകാരന്മാരും ഡിപ്ലോമാറ്റ്സും നേതാജിയെ ധീരനായ സാമ്രാജ്യവിരുദ്ധ പോരാളിയായിട്ടാണ് കണക്കാക്കുന്നത്.